Economic environment. What are the economic factors? Already discussed that. Growth strategy, economic systems, economic planning, human resource, per capita and national income, industry, agriculture, infrastructure, financial and fiscal sectors, price and distribution controls. Today we will discuss about removal of regional imbalances and economic reforms. First, what is regional imbalances? Regional imbalances or disparities means wide difference in per capita income, literacy rate, health and education service, levels of industrialization, etc. between different regions. Per capita ഇൻകത്തിൻ്റെ കാര്യത്തിലോ സാക്ഷരതാ നിരക്കിൻ്റെ കാര്യത്തിലോ ആരോഗ്യ വിദ്യാഭ്യാസ സേവനങ്ങളുടെ കാര്യത്തിലോ വ്യവസായവൽക്കരണത്തിൻ്റെ കാര്യത്തിലോ ഒക്കെയുള്ള വ്യത്യസ്ത റീജിയൺ തമ്മിലുള്ള ഡിസ്പാരിറ്റീസിനെ ആണ് റീജിയണൽ ഇംബാലൻസസിനെയാണ് റീജിയണലായിട്ടുള്ള ഈ ഒരു ഇംബാലൻസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു തുല്യതയില്ലാത്ത തരത്തിലുള്ള വികസനം എന്നതാണ് റീജിയണൽ ഇംബാലൻസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ റീജിയൻസിനെയും ഒരു ഈക്വലി ട്രീറ്റ് ചെയ്യുന്ന അവസ്ഥ ഇല്ലാതിരിക്കുക. അപ്പോഴാണ് റീജിയണൽ ഇംബാലൻസസ് ഉണ്ടാവുക. അത്തരം റീജിയണൽ ഇംബാലൻസസിനെയാണ് അത് എക്കണോമിക് എൻവയോൺമെൻറ്റിനെ ബിസിനസ് എൻവയോൺമെൻറ്റിനെ ബാധിക്കും എന്നുള്ളതാണ്. അത് നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ ബാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. റീജിയൻസ് മേ ബി ഐദർ സ്റ്റേറ്റ്സ് ഓർ റീജിയൻസ് വിത്തിൻ എ സ്റ്റേറ്റ്. ഒരു റീജിയൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ തന്നെയുള്ള റീജിയൻ ആയിരിക്കാം. ഇൻ ഇന്ത്യ ദർ ആർ ഇനോമസ് ഇംബാലൻസസ് ഓൺ വേരിയസ് അക്കൗണ്ട്സ്. ഇന്ത്യയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇംബാലൻസസ് നമുക്ക് കാണാൻ കഴിയും. ദ എക്സ്പ്ലോയിറ്റേറ്റീവ് നാച്ചർ ഓഫ് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ഐദർ ക്രിയേറ്റഡ് ഓർ ആക്സെൻറ്റുവേറ്റഡ് റീജിയണൽ ഡിസ്പാരിറ്റീസ്. ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഉള്ളതിനെന്ത് ചെയ്യുക ധരിപ്പിക്കുകയോ ചെയ്തു എന്നുള്ളതാണ് ബ്രിട്ടീഷ് കോളനി ഭരണത്തിൻ്റെ ഒരു ഫലം. ദ പ്ലാനിംഗ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ഹാസ് ഓൾസോ നോട്ട് ബീൻ ആബിൾ ടു റിമൂവ് ദീസ് ഡിസ്പാരിറ്റീസ്. നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ പ്ലാനിങ് എന്തായില്ല ഈ ഒരു ഡിസ്പാരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ സാധിച്ചില്ല. Balanced regional development has always been an essential component of the Indian development strategy. ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് അതിൻ്റെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കോമ്പണൻ്റ് ആയിരുന്നു. സിൻസ് ഓൾ പാർട്സ് ഓഫ് ദി കൺട്രി ആർ നോട്ട് ഈക്വലി വെൽ എൻഡോർഡ് വിത്ത് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്. അത് നമ്മുടെ രാജ്യത്ത് ഫിസിക്കലായിട്ടുള്ള ഹ്യൂമൻ ആയിട്ടുള്ള റിസോഴ്സസിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് അതെടുക്കാൻ അത് നമുക്ക് ഈക്വലി ലഭ്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ഒരു സ്ഥലത്ത് ഫിസിക്കലായിട്ട് റിസോഴ്സസ് ഉണ്ടെങ്കിൽ അവിടെ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ അഭാവം ഉണ്ടാവും. ഹ്യൂമൻ റിസോഴ്സുകളടുത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റ് റിസോഴ്സ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈ തരത്തിൽ എല്ലാ ഈക്വലായി വരുന്നൊരു അവസ്ഥ നമ്മുടെ രാജ്യത്ത് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സിൻസ് ഹിസ്റ്റോറിക്കൽ ഇനീക്വാലിറ്റീസ് ഹാവ് നോട്ട് ബീൻ എലിമിനേറ്റഡ്, ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇനീക്വാലിറ്റീസ് എലിമിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പ്ലാൻഡ് ഇൻ്റർവെൻഷൻ ഈസ് റിക്വയർഡ് ടു എൻഷർ ദാറ്റ് ലാർജ് റീജിയണൽ ഇൻബാലൻസസ് ഡു നോട്ട് ആക്ട്. പ്ലാൻഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ എന്താണ് അതിന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്പെക്ടാക്കുലർ ഗ്രോത്ത് അറ്റൈൻഡ് ബൈ സം റീജിയൻസ് ആൻഡ് സം സെക്ടേഴ്സ് ഇൻ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഈ
is in contrast to levels of development still prevailing in many parts. നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും എന്താണ് ഇപ്പോഴും ഈ ഒരു ഗ്രോത്തിൻ്റെ കാര്യത്തിൽ ആ ലെവൽസ് എന്ത് ചെയ്യുന്നു നിലനിൽക്കുന്നു എന്നുള്ളതാണ്. Therefore, it was felt that the state had major role to play in removing disparities. Disparities റിമൂവ് ചെയ്യുന്നതിൽ നമ്മുടെ രാജ്യത്തിന് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. This commitment was reflected in the constitution and in planning objectives. നമ്മുടെ പ്ലാനിംഗ് ഒബ്ജക്റ്റീവ്സിലും നമ്മുടെ ഭരണഘടനയിലും അത് വ്യക്തമായി പറയുന്നുണ്ട്. 2 major institutions, അതിനായി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉള്ള കാര്യം പറയാം. 2 major institutions which were expected to work towards reducing regional imbalances after independence were ഫിനാൻസ് കമ്മീഷൻ ധനകാര്യ കമ്മീഷനും അതിനുശേഷം വന്നിട്ടുള്ള നീതി ആയോഗ്, ഇപ്പോൾ വന്നിട്ടുള്ള നീതി ആയോഗം, പ്ലാനിംഗ് കമ്മീഷന് പകരം വന്നിട്ടുള്ള നീതി ആയോഗമാണ് ഇന്നുള്ള 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ദ ഫിനാൻസ് കമ്മീഷൻ ഹാസ് ഓൺലി ലിമിറ്റഡ് റോൾ ടു പ്ലേ. ഫിനാൻസ് കമ്മീഷൻ്റെ റോൾ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. മോർ റെസ്പോൺസിബിലിറ്റി ഈസ് വെസ്റ്റഡ് ഓൺ നീതി ആയോഗ്. നീതി ആയോഗിലാണ് മിക്കവാറും റെസ്പോൺസിബിലിറ്റീസ് വെസ്റ്റ് ചെയ്തിട്ടുള്ളത്. India's successive 5-year plans have stressed the need to develop backward regions of the country. ഇന്ത്യയുടെ ആദ്യം പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഇന്ത്യയുടെ 5-year പ്ലാൻസ് ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ബാക്ക്വാർഡ് റീജിയൻസിൻ്റെ ഡെവലപ്മെൻ്റ് ആയിരുന്നു. Public sector enterprises were located in backward areas of the country during early phase of economic planning. ആദ്യമൊക്കെ പബ്ലിക് എൻ്റർപ്രൈസസ് ഒക്കെ ബാക്ക്വാർഡ് ഏരിയാസിലായിരുന്നു ലൊക്കേറ്റ് ചെയ്തിരുന്നത്. അത് എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ. ഇൻസ്പെക്ട് ഓഫ് പ്രോ ബാക്ക്വാർഡ് ഏരിയാസ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് കൺസിഡറബിൾ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇനീക്വാലിറ്റീസ് എക്സിസ്റ്റ് അമോങ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. എക്കണോമിക്കായിട്ടും സോഷ്യലായിട്ടുള്ള ഇനീക്വാലിറ്റീസ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആസ് റിഫ്ലക്റ്റഡ് ഇൻ ഡിഫറൻസ് ഇൻ പെർ ക്യാപിറ്റൽ അത് കാണും. സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ ഉണ്ടാവും. വൈൽ ഇൻകം ഗ്രോത്ത് പെർഫോമൻസ് ഹാസ് ഡൈവേർജ്ഡ്. ഇൻകം ഗ്രോത്ത് റേറ്റിലും അതെന്ത് ചെയ്യും പ്രതിഫലിക്കും. ദർ ഈസ് വെൽക്കം എവിഡൻസ് ഓഫ് സം കൺവേർജൻസ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് അക്രോസ് ദി സ്റ്റേറ്റ്. നമ്മുടെ എഡ്യൂക്കേഷൻ്റെ കാര്യവും ഹെൽത്തിൻ്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലും ഡിസ്പാരിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ ഓരോ രാജ്യത്തുണ്ടായിട്ടുള്ള ഓരോ റീജിയൻസിലുണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ് വ്യത്യസ്തമാണെന്ന് കാണാൻ കഴിയും. ദെൻ നെക്സ്റ്റ് എക്കണോമിക് റിഫോംസ്. എന്താണ് എക്കണോമിക് റിഫോംസ് എന്ന് പറഞ്ഞാൽ? എക്കണോമിക് റിഫോം യൂഷ്വലി റെഫേഴ്സ് ടു ഡീറെഗുലേഷൻ ഓർ അറ്റ് ടൈംസ് ടു റിഡക്ഷൻ ഇൻ സൈസ് ഓഫ് ഗവൺമെൻറ്. ഡീറെഗുലേഷൻ എന്നാണ് എക്കണോമിക് റിഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു റിമൂവ് ഡിസ്റ്റോർഷൻസ് കോസ്ഡ് ബൈ റെഗുലേഷൻസ് കൊണ്ടുണ്ടാകുന്ന ഒരു തടസ്സങ്ങളൊക്കെ നീക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്കണോമിക് റിഫോംസ് കൊണ്ടുവന്നത്. ഇത് പ്രസൻസ് ഓഫ് ഗവൺമെൻറ്റിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് കൊണ്ട് ഉണ്ടാകുന്ന ഡിസ്റ്റോർഷൻസ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. റദർ ദാൻ ന്യൂ ഓർ ഇൻക്രീസ് റെഗുലേഷൻസ്, ഇൻക്രീസ് റെഗുലേഷൻസ് ഓർ ഗവൺമെൻറ് പ്രോഗ്രാംസ് ടു റെഡ്യൂസ് ഡിസ്റ്റോർഷൻസ് കോസ്ഡ് ബൈ മാർക്കറ്റ് ഫെയിലർ. ഒരു കൂടുതലായിട്ടുള്ള റെഗുലേഷനൊക്കെ എന്തിലേക്ക് നയിക്കും? മാർക്കറ്റ് പരാജയപ്പെടുന്നതിലേക്ക് നയിക്കും എന്നുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള റെഗുലേഷൻസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് എക്കണോമിക് റിഫോംസ് കൊണ്ടുവന്നിട്ടുള്ളത്. എക്കണോമിക് റിഫോംസ് റെഫർ ടു ദി ഫണ്ടമെൻ്റൽ ചേഞ്ച് ദാറ്റ് വെർ ലോഞ്ച്ഡ് ഇൻ 1991. 1991 വന്നിട്ടുള്ള വലിയൊരു ചേഞ്ചാണ് എക്കണോമിക് റിഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇസ് ദ പ്ലാൻ ഓഫ് ലിബറലൈസിങ് ദി എക്കണോമിയെ ഉദാരവൽക്കരിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് എക്കണോമിക് റിഫോംസ് കൊണ്ടുവന്നത്. ദെൻ ഫോർ ക്വിക്കനിങ് ഇറ്റ്സ് റൈറ്റ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്, അതുപോലെ എക്കണോമിക് ഗ്രോത്തിനെ എന്ത് ചെയ്യുക, ത്വരിതപ്പെടുത്തുക എന്നുള്ളതും അതിൻ്റെ ഉദ്ദേശമായിരുന്നു. അതിനായി ദ നരസിംഹറാവു ഗവൺമെൻറ് in 1991 started the economic reforms in order to rebuild internal and external faith in the Indian economy. ഇന്ത്യൻ എക്കണോമിയെ റീബിൽഡ് ചെയ്യാൻ വേണ്ടി നരസിംഹറാവു ഗവൺമെൻറ്റാണ് ഉദാരവൽക്കരണം ഉൾക്കൊള്ളുന്ന എക്കണോമിക് റിഫോംസ് എന്ത് ചെയ്തത്, നടപ്പിലാക്കിയത്. The reforms intended at bringing in larger cooperation of private sector in the growth method of Indian economy. ഇന്ത്യൻ എക്കണോമിയിൽ പ്രൈവറ്റ് സെക്ടറിൻ്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതായിരുന്നു റിഫോംസ്. പോളിസി ചേഞ്ചസ് വർ പ്രപ്പോസ്ഡ് വിത്ത് റിഗാർഡ് ടു ടെക്നോളജി അപ്ഗ്രേഡേഷൻ. മാത്രമല്ല ടെക്നോളജി അപ്ഗ്രേഡേഷൻ, ഇൻഡസ്ട്രിയലൈസൻസ്,
റിമൂവൽ ഓഫ് റെസ്ട്രിക്ഷൻസ് ഓൺ പ്രൈവറ്റ് സെക്ടർ, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ ട്രേഡ്. റെസ്ട്രിക്ഷൻസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള റെസ്ട്രിക്ഷൻസ്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ലാതാക്കി, റിമൂവ് ചെയ്തു. ദെൻ ഫോറിൻ ട്രേഡിലുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ലാതാക്കി. ദെൻ പ്രൈവറ്റ് സെക്ടറിനുള്ള നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞു. ഇൻഡസ്ട്രിയൽ ലൈസൻസിൻ്റെ കാര്യത്തിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ദെൻ ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യാനുള്ള പോളിസിയിൽ ചേഞ്ചസ് കൊണ്ടുവന്നു. ഇതൊക്കെയാണ് എക്കണോമിക് റിഫോംസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് വന്നിട്ടുള്ളത്. ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എക്കണോമിക് റിഫോംസ്. നമ്മുടെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് LPG എന്നുള്ളതാണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഇത് മൂന്നാണ് നമ്മുടെ എക്കണോമിക് റിഫോംസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള എക്കണോമിക് റിഫോംസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. To put it, economic reform normally indicate to deregulation, a time to decrease the size of government, to eliminate deformities caused by management or presence of administration rather than current or raised regulations of government. ഗവൺമെൻറ്റിൻ്റെ ഒരു റെഗുലേഷൻ കൊണ്ട് അതെന്ത് ചെയ്യും, മാർക്കറ്റ് ഫെയിലറിലേക്ക് നയിക്കുന്നതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണ് എക്കണോമിക് റിഫോംസ് കൊണ്ടുവന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. ദെൻ എക്കണോമിക് റിഫോംസിൻ്റെ നീഡ് എന്താണ് ഒന്നുകൂടി പറയാം. എക്കണോമിക് റിഫോംസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് പോളിസീസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ടു അച്ചീവ് എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം പോളിസീസും പ്ലാൻസിനെയാണ് എന്ത് വിളിക്കുന്നത്, എക്കണോമിക് റിഫോംസ് എന്ന് വിളിക്കുന്നത്. പ്ലാൻസും റൂൾസും പോളിസീസും ആണ് എക്കണോമിക് റിഫോംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇതിൻ്റെ നീഡ്? എന്തിനാണ് നമ്മൾ എക്കണോമിക് റിഫോംസ് കൊണ്ടുവന്നത്? എക്കണോമിക് റിഫോംസ് കൊണ്ടുവരാനുള്ള ഒരു നീഡ് എന്തായിരുന്നു? അതിൻ്റെ ഒന്നാമത്തെ കാരണമാണ് പുവർ പെർഫോമൻസ് ഓഫ് ദി ഇൻഡസ്ട്രിയൽ സെക്ടർ. നമ്മുടെ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നുള്ളത്, ഇന്ത്യയുടെ വ്യവസായ മേഖല ഏറ്റവും പുവർ ആയിരുന്നു അതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ. ലോകരാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ആയിരുന്നില്ല ഇന്ത്യൻ ഇൻഡസ്ട്രി. അതിനെ മാറ്റിയെടുത്തു. ഇപ്പോൾ ഏറ്റവും ഫാർമസ്യൂട്ടിക്കൽ സെക്ടറൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ് ഇന്ത്യൻ ഇൻഡസ്ട്രി എന്ന് പറയാം. ആ പുവർ പെർഫോമൻസ്, ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ മൊത്തത്തിലുള്ള പുവർ പെർഫോമൻസ് ആയിരുന്നു ഒന്നാമത്തെ കാരണം എക്കണോമിക് റിഫോംസ് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ദെൻ സെക്കൻഡ്, അഡ്വേഴ്സ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നമുക്കറിയാം എന്താണ്, നമ്മുടെ ഇൻഫ്ലോസ് ഔട്ട്ഫ്ലോസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. നമ്മൾ ഫോറിൻ കൺട്രീസുമായിട്ടുള്ള ട്രേഡിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇൻഫ്ലോസ് ഔട്ട്ഫ്ലോസ്, ട്രേഡ് ആൻഡ് മറ്റ് ട്രേഡ് സർവീസസ് മറ്റു വിധത്തിലൊക്കെയുള്ള ഇൻഫ്ലോസ് ഔട്ട്ഫ്ലോസ് തമ്മിലുള്ള ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ആ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താവുക, സർപ്ലസ് ആവുക എന്നുള്ളതാണ് ഒരു രാജ്യത്തിൻ്റെ ഒരു ഗ്രോത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അതിന് പകരം രാജ്യം അതിൻ്റെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ലോ ആകുമ്പോൾ അത് ഫോറിൻ കൺട്രീസിൽ, ഫോറിൻ കറൻസീസിന്, ഫോറിൻ ആയിട്ടുള്ള കറൻസിയുടെ കാര്യത്തിലൊക്കെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നൊരവസ്ഥയും നമ്മുടെ കറൻസിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നൊരവസ്ഥയൊക്കെ വരും. പെട്രോളിയം പോലുള്ള പ്രൊഡക്റ്റിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മളെ മാർക്കറ്റിനെ എന്ത് ചെയ്യുന്നു, സ്വാധീനിക്കുന്ന ഒരവസ്ഥ വരും. അപ്പോൾ അത് ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എപ്പോഴും എന്തായിരിക്കണം, ഒരു സർപ്ലസ് ആയിരിക്കണം. പക്ഷേ ആ ഒരു സർപ്ലസ് ആയിരുന്നില്ല നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഉണ്ടായിരുന്നത്. എപ്പോഴും അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ബാലൻസ് ആയിരുന്നു നമ്മുടെ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ദ റൈസ് ഇൻ ഫിസിക്കൽ ഡെഫിസിറ്റ്. എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ, ഫിസിക്കൽ പോളിസി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദ ഫിസിക്കൽ പോളിസി അതായത് നമ്മുടെ പ്ലാൻ, എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻകം, റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട പ്ലാനാണ് നമ്മൾ ഫിസിക്കൽ പോളിസിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഫിസിക്കൽ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ തമ്മിലുള്ള ആ ഒരു വേരിയൻസ്, ആ വേരിയൻസിനെ എന്താ വിളിക്കുന്നത്, വേരിയൻസ് ആണ് സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റായി മാറുന്നത്. ആ വേരിയൻസ് ഡെഫിസിറ്റ് ആവുക എപ്പോഴാണ്, എക്സ്പെൻഡിച്ചർ മോർ ദാൻ ഇൻകം റവന്യൂ ആണെങ്കിൽ ഇറ്റ് ഈസ് ഡെഫിസിറ്റ്. ഇൻകം റവന്യൂ മോർ ദാൻ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അത് സർപ്ലസ് ആണ്. അപ്പോൾ
നമ്മുടെ ഫിസിക്കൽ നമ്മുടെ ബജറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ് ഡെഫിസിറ്റിലാണ് അത് കലാശിക്കാറ് അവസാനിക്കാറ്. അപ്പം നമ്മുടെ ആ ഒരു ഡെഫിസിറ്റ് കാണിക്കുന്ന ഒരവസ്ഥ സിറ്റുവേഷൻ എപ്പോഴും ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് പോളിസി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബജറ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാലൊക്കെ ബജറ്റ് അലോക്കേഷൻ്റെ കാര്യത്തിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്താണ് ഡെഫിസിറ്റ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നുള്ളത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ രാജ്യം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ റവന്യൂവിൽ ഉണ്ടാകുന്ന കുറവാണ്. റവന്യൂവിൽ ഉണ്ടാകുന്ന കുറവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റവന്യൂ വരുന്ന സോഴ്സസൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ റീസൺ. നമ്മുടെ ഗവൺമെൻറ്റിലേക്ക് റവന്യൂ വരാനുള്ള രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് നമ്മുടെ രാജ്യത്തില്ല എന്നുള്ളതാണ്. നമ്മൾ റവന്യൂ വർദ്ധിപ്പിക്കാൻ ഇൻക്രീസ് ചെയ്യാനുള്ള വഴികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നു, മറ്റു പലതും ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ അഗ്രികൾച്ചറിനെയോ അല്ലെങ്കിൽ നമ്മുടെ റവന്യൂ ഉണ്ടാക്കുന്ന പല മേഖലകളുണ്ട്, ഇൻഡസ്ട്രിയെ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ളവയൊക്കെ ഏത് രീതിയിൽ മെച്ചപ്പെടുത്താൻ കഴിയണം, ഏത് രീതിയിൽ അവയെ മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവണം, അതുപോലെ പുതിയ ടെക്നോളജിയുടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ടെക്നോളജീസിൻ്റെ യൂസ്, ഇതൊക്കെ എന്ത് ചെയ്യും നമ്മുടെ റവന്യൂ എന്ത് ചെയ്യുന്നു ഇൻക്രീസ് ചെയ്യിക്കും. ആ ഇൻക്രീസ് ചെയ്യിക്കാനുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കാത്തത് കൊണ്ട് തന്നെ ഉണ്ടാകുന്ന പ്രോബ്ലംസാണ് ഈ ഫിസിക്കൽ ഡെഫിസിറ്റിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ദെൻ ഇൻഫ്ലാഷൻ, നമ്മൾ പറഞ്ഞ ഇൻഫ്ലാഷൻ എന്താണ്? പണപ്പെരുപ്പ്. നമ്മുടെ ആ ഒരു കറൻസിയുടെ വാല്യൂ കുറയുന്നൊരു സിറ്റുവേഷനാണ് ഇൻഫ്ലാഷൻ. അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ പ്രൊഡക്ഷൻ സർവീസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നൊരവസ്ഥക്കാണ് നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് നമുക്കത് വാങ്ങിക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊഡക്ഷൻ സർവീസിൻ്റെ വാല്യൂ ഉണ്ടാകുന്ന അമ്പിച്ച വർധനവിനെയാണെന്ത് ഇൻഫ്ലാഷൻ എന്ന് വിളിക്കുക. അതായത് ഒരു നമ്മുടെ കറൻസിയെ തന്നെ എടുക്കുകയാണെങ്കിൽ കറൻസി ഒരു ഇൻക്രീസ് ചെയ്യുന്ന ഒരവസ്ഥ, കറൻസിയുടെ വാല്യൂ കുറയുന്നതിനനുസരിച്ച് അവയുടെ എണ്ണം കൂടുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പെരുപ്പം എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഫ്ലാഷൻ, നാണ്യപ്പെരുപ്പം എന്ന് ഉദ്ദേശിക്കുന്നതാണ്. നമ്മൾ സാധാരണ ഒരു ഉൽപ്പന്നം വാങ്ങാൻ കൊടുക്കേണ്ടി വരുന്ന വാല്യൂവിൻ്റെ നേരെ ഡബിളൊക്കെ എന്ത് ചെയ്യേണ്ടി വരുന്നു, നമ്മൾ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. അതാണ് ഇൻഫ്ലാഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഫ്ലാഷന് ഒരുപാട് കാരണങ്ങളുണ്ടാവാം. ഇൻഫ്ലാഷൻ്റെ റീസൺസ് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഇൻഫ്ലാഷൻ സംഭവിക്കാം നമ്മുടെ എക്കണോമി. ഇൻഫ്ലാഷൻ ഉണ്ടാവാനുള്ള റീസൺസ് എന്തൊക്കെയാവാം? ഒരു രാജ്യത്തിൻ്റെ ഇൻഫ്ലാഷനുള്ള റീസൺസ് നമ്മൾ ആദ്യകാലത്തൊക്കെ നമ്മുടെ രാജ്യം ഏതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് അത് നോക്കാം. നമ്മൾ പ്രൈമറി സെക്ടറിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ മാറി. ആ മാറ്റം ഉണ്ടാക്കി നമ്മുടെ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് വർദ്ധിക്കുന്നതിന് കാരണമായി. ഇപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു 2500 രൂപ വേണ്ടി വരുന്ന കോട്ടൺ അഗ്രികൾച്ചറിന് വേണ്ടി വരുന്ന എക്സ്പെൻഡിച്ചർ അത് ഇൻക്രീസ് ചെയ്തു 13,000 വരെ ആയി. എന്തുണ്ടായിട്ട് പോലും നമ്മുടെ ബയോടെക്നോളജി, അതുപോലെ തന്നെ പുതിയ പെസ്റ്റിസൈഡ്സ് ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടായിട്ട് പോലും നമ്മളെ അതിനാവശ്യമായിട്ടുള്ള നോട്ടീസൊക്കെ കൊടുത്തുകൊണ്ട് പോലും അതൊക്കെ കൊടുക്കുന്നുണ്ടായിട്ട് പോലും നമ്മുടെ ഒരു പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ്. ആ ഇൻക്രീസ് ഇൻഫ്ലേഷനിലേക്ക് എന്ത് ചെയ്യും നയിക്കും എന്നുള്ളതാണ്. അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് മാത്രമല്ല, ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ്, മറ്റ് കൺസ്യൂമർ ഗുഡ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുണ്ടായിട്ടുള്ള ഇൻക്രീസ് പ്രൊഡക്ഷൻ കോസ്റ്റ് അതെന്തുകൊണ്ടായിരിക്കാം പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത്? ഈ പറഞ്ഞ തന്നെ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് അതൊരു റോ മെറ്റീരിയൽ ആയിരിക്കും ഒരു പ്രൊഡക്റ്റിൻ്റെ, അല്ലെങ്കിൽ മറ്റ് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ റോ മെറ്റീരിയൽസ്, മെഷീനറീസ് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന കോസ്റ്റുകളാണ്. ലേബർ കോസ്റ്റ്, ഇതൊക്കെ ഉണ്ടായിട്ടുള്ള ഇൻക്രീസ്, ആ ഇൻക്രീസ് എന്ത് ചെയ്യും? നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു?
ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ ആ ഇൻക്രീസ് ഇൻഡസ്ട്രീസിന് അവരുടെ പ്രോഡക്റ്റിന് എന്ത് ചെയ്യേണ്ടി വരുന്നു, അവർ വലിയ വില നിശ്ചയിക്കേണ്ട ഒരവസ്ഥ അവർക്ക് ഉണ്ടാകുന്നു. ആ വലിയ വില കൊടുത്തിട്ട് ആളുകൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു, കൺസ്യൂമേഴ്സ്. ഇതാണ് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അതിൻ്റെ ഇൻഫ്ലേഷൻ ഉണ്ടായാൽ പോലും അവരുടെ പ്രോഫിറ്റിനെ ബാധിക്കാത്ത രീതിയിൽ അവർ കൂടുതൽ ചാർജ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, അവർക്ക് ശരിക്കും ഗുഡ്സിന് ഡിമാൻഡ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഡിമാൻഡ് അവിടെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ എന്ത് ചെയ്യാം, പ്രൈസ് ഇൻക്രീസ് ചെയ്യിച്ചുകൊണ്ട് അവയെ അതിൻ്റെ റിവാർഡ്സിനെ റീപ്പ് ചെയ്തെടുക്കാം, അതിൻ്റെ പ്രോഫിറ്റിനെ അവർക്ക് എന്ത് ചെയ്യാം, നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിലും വലിയൊരു പ്രശ്നം അവരെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നോർമലി ഇൻഫ്ലേഷൻ ഉണ്ടാവണം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് പ്രൈസിൽ ഉണ്ടാവുന്ന ഒരു ക്രമാനുഗതമായിട്ടുള്ള ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ഉണ്ടാവണമെന്നും ഈ ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. Inflation can occur nearly any product or service, including need-based expenses, housing, food, medical care, and utilities, as well as one expenses such as cosmetics, automobiles, jewelry. Once inflation becomes prevalent throughout an economy, the expectation of further inflation becomes an overriding concern in the consciousness of consumer and business alike. ഒരിക്കൽ നമ്മുടെ എക്കണോമി ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് എക്കണോമിയിൽ ത്രൂ ഔട്ട് അത് നമ്മളെ അനുഭവപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ മോണിറ്റർ ചെയ്യുകയും മോണിറ്ററി പോളിസിയിൽ അതിന് ഇൻഫ്ലേഷനെ കോമ്പാറ്റ് ചെയ്യാനുള്ള നടപടികൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് പ്രൈസസ് ടു മച്ച് ആകുന്നൊരവസ്ഥ നേരിടാനുള്ള മെഷേഴ്സ് അവർ എടുക്കാറുണ്ട്. ഇൻഫ്ലേഷന് നമ്മൾ ഇന്ന് മണി സേവ് ചെയ്തതിൻ്റെ വാല്യൂ ലെസ് വാല്യൂബിൾ ടുമാറോ ആകുന്നൊരവസ്ഥക്കാണ് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ഇൻഫ്ലേഷൻ ക്യാൻ ബി കൺസേൺ ബിക്കോസ് ഇറ്റ് മേക്സ് മണി സേവ് ടുഡേ ലെസ് വാല്യൂബിൾ ടുമാറോ. അതാണ് ശരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ എന്തോ ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ വാല്യൂ, ഇന്ന് നമ്മളുള്ള വാല്യൂവിന് നാളത്തെ വാല്യൂ എന്താകുന്നു, കുറയുന്നൊരവസ്ഥ അതിനുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇൻഫ്ലേഷൻ ഇറോഡ്സ് ദ കൺസ്യൂമർ പർച്ചേസിങ് പവർ. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താ, കൺസ്യൂമർ പർച്ചേസിങ് പവർ എന്ത് ചെയ്യുന്നു, ഇല്ലാതാക്കുന്നു. ക്യാൻ ഈവൻ ഇൻ്റർഫിയർ വിത്ത് എബിലിറ്റി ടു ഓക്കെ സേവിങ്സിൻ്റെ കാര്യത്തിലുള്ള ഒരാളുടെ എബിലിറ്റിയൊക്കെ അത് ബാധിക്കുന്നുണ്ട്. അതിൻ്റെ അത് ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ ബാധിക്കും. നമ്മൾ രണ്ട് തരത്തിലുള്ള ഇൻഫ്ലേഷനെ കുറിച്ച് പറയുകയാണ്. കോസ്റ്റ് ഡ്രിവൺ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡിമാൻഡ് ഡ്രിവൺ ഉണ്ട്. കോസ്റ്റ് ഡ്രിവൺ നമ്മൾ പറഞ്ഞതാണ് കോസ്റ്റിൽ ഉണ്ടാകുന്ന വർധനം കൊണ്ടുണ്ടാകുന്നത്. ഡിമാൻഡ് പുള്ളി ആയിട്ടുള്ളത് എന്ന് പറയുന്നത് അത് സ്ട്രോങ് കൺസ്യൂമർ ഡിമാൻഡ് കൊണ്ടുണ്ടാകുന്ന ഇൻഫ്ലേഷനാണ്. നമ്മൾ എക്കണോമിയിൽ ഉണ്ടാകുന്ന ഡിമാൻഡ് അത് പ്രൈസ് ഇൻക്രീസിലും അതുപോലെ തന്നെ ഇൻഫ്ലേഷനും കാരണമാകുന്നു. കൺസ്യൂമറുടെ വേജ് റേറ്റിലുണ്ടാകുന്ന റൈസിങ്, അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഉണ്ടാകുന്ന വർധനം, ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷനിലേക്ക് നയിക്കും. ഓക്കെ, ഇതാണ് ഇൻഫ്ലേഷനായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഗവൺമെൻറ് എന്ത് ചെയ്യാം, അതിൻ്റെ മോണിറ്ററി പോളിസി മെഷേഴ്സിലൂടെ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യാം, നിയന്ത്രിക്കാം. ദെൻ നെക്സ്റ്റ് ഗൾഫ് വാർ. ഗൾഫ് വാർ എന്ന് പറയുന്നത് നമ്മൾ ഓയിൽ ആൻഡ് പെട്രോളിയം പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾ, കൺട്രീസ്
അവർ തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധമാണ്. ആ യുദ്ധവും നമ്മുടെ 1991 എക്കണോമിക് റിഫോംസിൻ്റെ കാരണമായിട്ടുണ്ട്. എക്കണോമിക് റിഫോംസിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു: ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ദെൻ എന്താണ് നമ്മൾ പറഞ്ഞു? പുവർ പെർഫോമൻസ് ഓഫ് എക്കണോമിക് പബ്ലിക് സെക്ടർ എന്താണെന്ന് പറഞ്ഞു. പബ്ലിക് സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ പറഞ്ഞു. ആ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ തന്നെ നമ്മുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ പബ്ലിക് സെക്ടർ ആയിരുന്നു. പബ്ലിക് സെക്ടറിൻ്റെ ഒക്കെ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ പുവർ പെർഫോമൻസ് ആയിരുന്നു. ഒരുപാട് നഷ്ടം, ഹ്യൂജ് ലോസ് ഉണ്ടാക്കുന്ന, ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് കൊണ്ട് ഹ്യൂജ് ലോസസ് ഇൻകർ ചെയ്യുന്ന സ്ഥാപനങ്ങളായിരുന്നു. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു, അഡ്വേഴ്സ് ആയിട്ടുള്ള ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സീഡഡ് എക്സ്പോർട്ട്, അങ്ങനെ തന്നെ പറയാം. ഇമ്പോർട്ട് എക്സ്പോർട്ടാണ് ഔട്ട്ഫ്ലോ നിശ്ചയിക്കുന്നത്. ആ ഇമ്പോർട്ട് എന്ത് ചെയ്യുന്നു? എക്സ്പോർട്ടിനേക്കാൾ ഇമ്പോർട്ട് കൂടുന്നൊരവസ്ഥ ഉണ്ടായാൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ത് ചെയ്യുന്നു? എഫക്റ്റ് ചെയ്യും. ഗവൺമെൻറ് എന്ത് ചെയ്യാം? ഇമ്പോർട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ്, അതുപോലെ ഇമ്പോസിങ് താരിഫ്സ് ആൻഡ് ഫിക്സിങ് ക്വാട്ടാസ് ഒക്കെ നിശ്ചയിക്കുകയാണ് ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് റെഗുലേറ്റ് ചെയ്യാൻ. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, അഡ്വേഴ്സ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ എഫക്റ്റ് ആ ഒരു എഫക്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്ന മെഷേഴ്സ്. ഓൺ ദി അതർ ഹാൻഡ്, എക്സ്പോർട്സ് വാസ് വെരി ലെസ് ഡ്യൂ ടു ലോ ക്വാളിറ്റി ഹൈ പ്രൈസ്. ലോ ക്വാളിറ്റി ഹൈ പ്രൈസ് കൊണ്ടൊക്കെയാണ് നമ്മുടെ ഈ ഫോറിൻ ഗുഡ്സായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴുള്ള നമ്മുടെ ഗുഡ്സിൻ്റെ ലോ ക്വാളിറ്റി അല്ലെങ്കിൽ ഹൈ പ്രൈസസ് ആണ് നമ്മുടെ എക്സ്പോർട്ട് വെരി ലെസ് ആണുള്ള കാരണം. ദെൻ ഫാൾ ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. നമ്മൾ പറഞ്ഞിട്ടില്ല, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിലുള്ള ഫാളും നമുക്ക് എക്കണോമിക് റിഫോംസ് കൊണ്ടുവരാനുള്ള ഒരു റീസണാണ്. ഫോറിൻ എക്സ്ചേഞ്ച്, അതായത് ഫോറിൻ കറൻസീസിൻ്റെ റിസർവ് ഗവൺമെൻറ്റാണ് ജനറലി എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുക. അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ടു ഇമ്പോർട്ട് പെട്രോൾ ആൻഡ് അതർ ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് ഡ്രോപ്പ് ടു ലെവൽസ് ദാറ്റ് വർ നോട്ട് സഫിഷ്യൻറ്റ് ഫോർ ഈവൻ എ ഫോർട്ട്നൈറ്റ്. അതായത് നമുക്ക് ആ ഒരു പെട്രോളിയം പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാനുള്ള രീതിയിലുള്ള ഫോറിൻ റിസർവ് നമ്മുടെ രാജ്യത്തില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. ഗവൺമെൻറ് വാസ് നോട്ട് ഏബിൾ ടു റീപേ ഇറ്റ്സ് ബോറോയിങ് ഫ്രം, അതുപോലെ തന്നെ ബോറോയിങ്സ് ഫോറിൻ ഫ്രം ദി അബ്രോഡ് കൺട്രീസിലുള്ള ബോറോയിങ്സ് നമുക്ക് റീപേ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകുന്നു. അതും നമ്മുടെ എക്കണോമിക് റിഫോംസ് കൊണ്ടുവരാനുള്ള റീസണാണ്. പിന്നെ ഹ്യൂജ് ഡെറ്റ്സ് ഓൺ ഗവൺമെൻറ്റിൻ്റെ ഹ്യൂജ് ഡെറ്റ്സ്. ഗവൺമെൻറ്റിൻ്റെ ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിന് വേണ്ടി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റ് വേരിയസ് ഡെവലപ്മെൻറ്റ് വർക്കിന് വേണ്ടിയിട്ട് റവന്യൂവിനേക്കാളും ടാക്സേഷനേക്കാളും മോർ ദാൻ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ വരുന്ന അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ടാക്സേഷനുള്ള റവന്യൂവിനേക്കാളും എക്സ്പെൻഡിച്ചർ കൂടുന്നൊരവസ്ഥ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഗവൺമെൻറ് ബോറോഡ് മണി ഫ്രം ബാങ്ക്സ്, പബ്ലിക് ആൻഡ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് IMF പോലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ലോൺ എടുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ആ ബോറോയിങ്സും നമ്മുടെ ഒരു എക്കണോമിക് റിഫോംസിന് കാരണമാണ്. ദെൻ ഇൻഫ്ലേഷണറി പ്രഷർ പറഞ്ഞിട്ടുണ്ട്. ജനറലായിട്ടുള്ള പ്രൈസ് ലെവൽ ഓഫ് എസെൻഷ്യൽ ഗുഡ്സ് ഇൻ എക്കണോമി എന്ത് ചെയ്യുന്നു? റൈസ് ചെയ്യുന്ന കൺസിസ്റ്റൻറ്റ് റൈസ് ആൻഡ് ജനറൽ പ്രൈസ് ലെവൽ ഓഫ് എസെൻഷ്യൽ ഗുഡ്സ് ഇൻ എക്കണോമിയാണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു. നമ്മൾ കൺട്രോൾ ഇൻഫ്ലേഷന് വേണ്ടി പുതിയ ന്യൂ സെറ്റ് ഓഫ് പോളിസീസ് ആവശ്യമാണ്. ആ പോളിസീസിൻ്റെ ഭാഗമാണ് നമ്മുടെ എക്കണോമിക് റിഫോംസ് എന്ന് പറയുന്നത്. ദെൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് വേൾഡ് ബാങ്ക് ആൻഡ് IMFൻ്റെ വേൾഡ് ബാങ്കിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും നമ്മുടെ എക്കണോമിക് റിഫോംസിന് കാരണമായിട്ടുണ്ട്. ഇന്ത്യ റിസീവ്ഡ് ഫിനാൻഷ്യൽ ഹെൽപ്പ് ഓഫ് $7 billion ഫ്രം വേൾഡ് ബാങ്ക് ആൻഡ് IMF ഓൺ അഗ്രിമെൻറ്റ് ടു അനൗൺസ് ഇറ്റ്സ് ന്യൂ എക്കണോമിക് പോളിസി. നമുക്ക് എക്കണോമിക് പോളിസിയിൽ നിന്ന് എക്കണോമിക് റിഫോംസിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല. അതേത് ഗവൺമെൻറ് വന്നു കഴിഞ്ഞാലും അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് IMFുമായിട്ടും വേൾഡ് ബാങ്കുമായിട്ടൊക്കെ നമ്മൾ ഉള്ള ടേംസ് ആൻഡ് കണ്ടീഷനാണ്. ആ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? എക്കണോമിക് പോളിസി, ന്യൂ എക്കണോമിക് പോളിസി അല്ലെങ്കിൽ എക്കണോമിക് റിഫോംസ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നടപ്പിലാക്കേണ്ടതുണ്ട്. നമുക്ക് എക്കണോമിക് റിഫോംസ് അതിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഓരോന്നിനും ഓരോ സെഷനായിട്ട് നമുക്ക് എടുക്കാം. ജസ്റ്റ്
എന്താണ് ലിബറലൈസേഷൻ, എന്താ പ്രൈവറ്റൈസേഷൻ, എന്താ ഗ്ലോബലൈസേഷൻ, ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടങ്ങ് പോവാം. വാട്ട് ഈസ് ലിബറലൈസേഷൻ? ലിബറലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് അല്ലെങ്കിൽ മീൻസ് ഓഫ്, എന്നോട് പറയാം, ലിബറലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓർ മീൻസ് ഓഫ് എലിമിനേഷൻ ഓഫ് ദി കൺട്രോൾ ഓഫ് സ്റ്റേറ്റ് ഓവർ എക്കണോമിക് ആക്ടിവിറ്റി. സ്റ്റേറ്റിൻ്റെ എക്കണോമിക് ആക്ടിവിറ്റീസിൽ നിന്നുള്ള ആ ഒരു കൺട്രോൾ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്ത് വിളിക്കുന്നത്? ലിബറലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അത് ബിസിനസ്സിനൊക്കെ എന്ത് ചെയ്യുന്നു? ഓട്ടോണമി പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ലിബറലൈസേഷൻ എന്ന് പറയാം. ഓട്ടോണമി, അതിന് സ്വന്തം തീരുമാനം എടുക്കാനുള്ള ഒരു അവകാശം ലഭിക്കുന്നു. then എന്താണ് പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? അത് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കൺട്രോൾ ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് ടു പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടറിന് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ ഉടമസ്ഥാവകാശം കൈമാറുന്നതിനാണ് പ്രൈവറ്റൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതാണ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ റെഫേഴ്സ് ടു ദി ഇൻ്റഗ്രേഷൻ ഓഫ് എക്കണോമി ഓഫ് ദി നേഷൻ വിത്ത് വേൾഡ് എക്കണോമി. നമ്മുടെ നാഷണലായിട്ടുള്ള എക്കണോമിയെ വേൾഡ് എക്കണോമി ആയിട്ട് എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഗ്ലോബലായിട്ടുള്ള ഒരു എക്കണോമി എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നതാണ് വിളിക്കുന്നത് ഗ്ലോബലൈസേഷൻ. ഇതൊരിക്കലും ഒറ്റ ഇതല്ല, മൾട്ടി ഫേസറ്റഡ് ആസ്പെക്റ്റാണ്. കളക്ഷൻ ഓഫ് മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസ് ഉണ്ടാവും. അത് വേൾഡിനെ തന്നെ ട്രാൻസ്ഫോമിങ് ദി വേൾഡ് ടുവാർഡ്സ് ഗ്രേറ്റർ ഇൻഡിപെൻഡൻസ് ആൻഡ് ഇൻ്റഗ്രേഷൻ. ഒരുപാട് ഇൻ്റർഡിപെൻഡൻസും ഇൻ്റഗ്രേഷനുള്ള ഒരു ലോകം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ക്രിയേഷൻ ഓഫ് നെറ്റ്വർക്ക്സ് ആൻഡ് പെർസ്യൂട്ട്സ് ട്രാൻസ്ഫോമിങ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജിയോഗ്രഫിക്കൽ ബാരിയേഴ്സ്. ജിയോഗ്രഫിക്കലായിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള സോഷ്യലായിട്ടുള്ള ബാരിയേഴ്സൊക്കെ ഇല്ലാതെ എന്ത് ചെയ്യാം? ഗ്ലോബലൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ, ഗ്ലോബലൈസേഷൻ ഓഫ് എന്തൊക്കെ ട്രാൻസ്പോർട്ടേഷൻ രംഗത്ത് എന്ത് ചെയ്യുക? ഗ്ലോബലൈസേഷൻ ഓഫ് എന്താണ്? അതിലൊക്കെ ഗ്ലോബലൈസേഷൻ നടപ്പിലാക്കുക. പ്രൊഡക്ഷന്, ട്രാൻസ്പോർട്ടേഷൻ, ക്യാപിറ്റലിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഗ്ലോബലൈസേഷൻ, ക്യാപിറ്റൽ ഫ്ലോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഗ്ലോബലൈസേഷൻ. അതേപോലെ തന്നെ വ്യത്യസ്ത കാഴ്ചപ്പാട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് ഡേയിൽ എന്താണ് ഗ്ലോബലൈസേഷനും അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് അഗെയിൻസ്റ്റും ഫോറും ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.